ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ അനാമികനെയാണ്. അങ്ങനെ അനാമികയുടെ കാമുകനെ കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ കാമുകനെ കണ്ട ഉടനെ പറയുകയാണ്, ഇനിയിപ്പം അധികം നാളൊന്നും നമുക്കിങ്ങനെ രണ്ടായിട്ട് നടക്കേണ്ടി വരില്ലടാ, നമുക്ക് ഒന്നിക്കണ്ടേ എന്ന് പറഞ്ഞപ്പം അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അനന്തമൂർത്തിയും അതുപോലെ തന്നെ അവിടുത്തെ മുത്തശ്ശിയും ഒക്കെ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടോ? അത് ഉറപ്പല്ലേ? ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെന്നെ ഇറക്കി വിട്ടിട്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി അതുകൊണ്ട് അധികകാലം നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് കഴിയേണ്ടി വരില്ല, നമുക്ക് ഒരുമിക്കണം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യമാ നിനക്ക് ചെയ്തു തീർക്കാനുള്ളത്? അനന്തമൂർത്തി എന്നെ അങ്ങനെ ഇറക്കി വിട്ടെങ്കിലും എനിക്കങ്ങനെ ഇറങ്ങിപ്പോരാൻ പറ്റുമോ? ഡിവോഴ്സ് അതേതായാലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയാണ്. അത് ശരിയാണ്, ഞാനും അത് ചിന്തിച്ചു. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഡിവോഴ്സ് നടക്കണമല്ലോ. നീ ഇപ്പം അനിയുടെ ഭാര്യയാണ്. ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരാൾക്ക് ഒരിക്കലും മറ്റൊരു കല്യാണം കഴിക്കാൻ പറ്റില്ല ഡിവോഴ്സ് ഇല്ലാതെ. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഒന്നും വെച്ച് താമസിപ്പിക്കുന്നില്ല. ഞാനേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക. കുറച്ച് പൈസ കയ്യിലുണ്ടാകണം. കുറച്ച് പൈസയല്ല, കുറച്ചേറെ പൈസ. അതിന് എൻ്റെ കയ്യിലൊരു കുറുക്ക് വഴിയുണ്ട്. എന്ത് കുറുക്ക് വഴിയാണ് നിൻ്റെ കയ്യിലുള്ളത്? അത് പിന്നെ അനന്തമൂർത്തിയും അതുപോലെ തന്നെ അനന്തപുരി തറവാടും എല്ലാവരും പേരും പെരുമയും പ്രസക്തിയൊക്കെ കൊണ്ട് വലിയ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ പുറത്തെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനവും അഭിമാനവും ഒക്കെ പോവും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക. ദേ പല കാര്യങ്ങളുണ്ട് അനന്തപുരി തറവാട്ടില്, പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ആ പെൺകൊച്ചിന്റെ കാര്യം അറിയാലോ, ആദർശിന്റെ മകളാണെന്നും പറഞ്ഞ് വീട്ടിലുള്ള ഒരു പെൺകുട്ടി. അതിന്റെ കാര്യമൊക്കെ ഞാൻ ഇപ്പം റിപ്പോർട്ട് ചെയ്യാൻ പോവാ. ഒരു പത്ര ഓഫീസുമായിട്ട് ഞാൻ ഒന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു ന്യൂസ് ലോകം മുഴുവൻ അറിയും. അങ്ങനെ ലോകം മുഴുവനും അറിയുമെന്ന് പേടിച്ചിട്ട് എന്നെ അനന്തമൂർത്തി വിളിക്കും. എന്നിട്ട് എന്താ നിനക്ക് വേണ്ടത്? ഇത് നീ പുറത്ത് വിടാതിരിക്കാൻ എന്താ നിനക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും തരാം എന്ന് പറയുമ്പം എനിക്ക് വേറൊന്നുമല്ല, നഷ്ടപരിഹാരം വേണം. എൻ്റെ ജീവിതം അത് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം തന്നെ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സോ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ രഹസ്യമോ പുറത്ത് വിടാതെ ഇരിക്കാം. നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സും തരാൻ പോകുന്നില്ല. ഇത് കേട്ട് കഴിയുമ്പം എല്ലാവരും ഒന്ന് ഞെട്ടും. പേരും പെരുമയും പ്രസക്തിയൊക്കെ ഉള്ള ഇവരെ എങ്ങനെയാണ് ഇതെല്ലാം പുറത്ത് വിടാൻ വേണ്ടി പറയുക? അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്ന പൈസ അവർ തരും. നഷ്ടപരിഹാരമായിട്ട് ഒരു 10 കോടി രൂപയെങ്കിലും ചോദിക്കണം. ഇത് കേട്ടതും അനാമികയുടെ കാമുകൻ ഞെട്ടുവാണ്. 10 കോടി രൂപയോ? അതൊക്കെ അവർ തരുമോ? തരും. ഞാനത് മേടിച്ചിരിക്കും. ഈ അനാമിക ആരാണെന്നേ അവരറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇനി അവരെൻ്റെ കളി കാണാൻ പോകുന്നത്. എടാ, നമുക്ക് സുഖമായിട്ട് ജീവിക്കണ്ടേടാ. ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ട് നിന്റെ കൂടെ വരുന്നത്. എനിക്ക് നിന്റെ സ്നേഹം വേണം, സ്നേഹം മാത്രം മതി. പക്ഷേ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ? എന്നും ഇങ്ങനെ പ്രാരാബ്ധങ്ങളും പൈസയും ഒക്കെ ഇല്ലാതെ ജീവിച്ചാൽ മതിയോ? ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് അനന്തപുരി തറവാട്ടില. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നിന്റെ കൂടെ വരുമ്പോഴും ആ നിലയും വിലയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ലാതെ ആർക്കും ഒരു നിലയും വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. നഷ്ടപരിഹാര തുക അത് കിട്ടിയിട്ട് വേണം നമുക്ക് ജീവിക്കാനായിട്ട്. ഏതായാലും ഞാൻ അതിനുള്ള നീക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അനന്തപുരി തറവാട്ടിലെ കുറച്ചുപേരെ എൻ്റെ സൈഡിൽ നിൽപ്പുണ്ട്. ആ അഭിയുടെ കാര്യം അറിയാലോ, അവൻ മഹാകൂതറയാണ്, പോക്ക് കേസാണ്. പക്ഷെ ഇതിന് അവന് എൻ്റെ കൂടിയാണ് നിൽക്കുന്നത്. അവനും അനന്തമൂർത്തിയും തമ്മിൽ ഭയങ്കര ഒരു ശത്രുതയുണ്ട്. പിന്നെ ഈ പറയുന്ന അഭി അവിടുത്തെ കൊച്ചുമകനൊന്നുമല്ല, ദത്തുപുത്രനാണ്. അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് സ്നേഹമോ താല്പര്യമോ ഒന്നുമില്ല. അവരുടെ കുടുംബം തകരാൻ വേണ്ടിയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ കൂട്ടിന് അയാൾ കാണും. നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അനാമികെ. ഇനിയിപ്പം എന്തെങ്കിലും ട്രാപ്പിലാണ് നിന്നെ പെടുത്താൻ നോക്കുന്നതെങ്കിൽ ഒരു ട്രാപ്പുമില്ല. ഞാൻ ഒരു ട്രാപ്പിലും പെടാൻ പോകുന്നില്ല. നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ. ഞാൻ പൈസയായിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നും പറഞ്ഞ് അനാമിക പോവാണ്. പക്ഷെ ഈ ഇരിക്കുന്ന നമ്മുടെ കാമുകന്റെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ.
അത് വല്ലാത്തൊരു മനസ്സിലിരിപ്പ് തന്നെയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്നത് ഈ അനാമികയുടെ കാമുകൻ കൂട്ടുകാരന്മാരോട് സംസാരിക്കുന്നതാണ്. എടാ, ഉടനെ തന്നെ ഒരു 10 കോടി രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവളില്ലേ ആ അനാമിക, അവളുടെ ഡിവോഴ്സ് ഉടനെ തന്നെ നടക്കും. അവളെ വിവാഹം കഴിക്കുമെന്ന് ഓർത്താണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് UK പോകാനുള്ള പൈസ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് മേടിക്കണം. ഒരു 10 ലക്ഷം രൂപയെങ്കിലും. 10 കോടി കിട്ടുന്നതല്ലേ, അപ്പൊ പിന്നെ 10 ലക്ഷം എനിക്ക് മേടിക്കാമല്ലോ. എൻ്റെ ലൈഫ് ഒന്ന് സെറ്റിലാക്കണം. അല്ല, അവളെ നീ ഇപ്പം വിവാഹം കഴിക്കാൻ പറ്റിയ ചരക്ക്. അവൾ എങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റുമോടാ? അവളിപ്പം അനിയെന്ന് പറയുന്ന ഒരുത്തനെ വിവാഹം കഴിച്ച്, അത്രയും വലിയ കോടീശ്വരനായ ഒരുത്തനെ വിവാഹം കഴിച്ചിട്ട് അത് നിരസിച്ചിട്ട് എന്നെ പ്രേമിച്ചോണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും ഇത് നിരസിച്ചിട്ട് വേറെ ആരെങ്കിലും പ്രേമിക്കില്ലെന്ന് ആര് കണ്ടു? അവളെയൊന്നും എൻ്റെ ഭാര്യയാക്കാനേ എനിക്ക് പറ്റില്ല. പിന്നെ ആ 10 ലക്ഷം രൂപ കിട്ടുന്നത് വരെ അവളെ സോപ്പിട്ടും മയക്കി മെരുക്കി ഒന്ന് നിൽക്കണം. അതുമാത്രമേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാ. ഏതായാലും അനാമികയുടെ കാമുകന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം മേടിക്കുക, മുങ്ങുക. പക്ഷെ അനാമിക വിചാരിച്ചിരിക്കുന്നത് കാമുകൻ ഇപ്പം കൈവെള്ളയിൽ പൊന്നുപോലെ കൊണ്ട് നടക്കും, സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊക്കെയാ. ഇതാണ് പറയുന്നത് കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന്. നമ്മൾ ഒരാളോട് നമ്മൾ എന്ത് ചെയ്യുന്നോ അതായിരിക്കും നമുക്ക് അടുത്ത ആളിൽ നിന്ന് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നന്ദൂരിയാണ്. നന്ദൂര് ആകെപ്പാടെ വിഷമാണ് കേട്ടോ. നമ്മുടെ അനി വിളിക്കുന്നില്ലല്ലോ. അനിയുടെ ഫോൺ ഇപ്പം ജാനകിയുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ടാണ് അനി വിളിക്കാത്തത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അനിയെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നന്ദുവിന്. നന്ദു ഇങ്ങനെ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കി കാണുന്നതിൻ്റെ കൂടെ, നീ എന്താണ് എന്നെ വിളിക്കാത്തത്? മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോടാ. നീ വിളിക്കുമ്പോൾ നിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിന് പറ്റുന്നില്ലടാ. നിന്നെ കാണാതിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ സമയവും തള്ളി നീക്കാൻ എന്തുമാത്രം പാടാടാ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ, ഫോട്ടോ നോക്കിയിട്ട്. ഏതായാലും നമ്മുടെ ജാനകിനെയാണ് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ ജാനകി ആണെങ്കിൽ ആ ഫോണൊക്കെ വെച്ചിരിക്കുമ്പം അങ്ങോട്ടേക്ക് ജലജയും അഭിയും കൂടെ വരികയാണ്. അങ്ങനെ ജലജയും അഭിയും കൂടെ വരുന്നു. അങ്ങനെ ജലജ ചോദിക്കുക, എന്താ ജാനകി നീ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, നിന്റെ മരുമകൾ വിളിച്ചോ? ഇല്ല, അവള് വിളിച്ചില്ല. അല്ല, അനി എന്തിയെ? അനി അവിടെ എവിടെയോ ഉണ്ട്. അപ്പം നമ്മുടെ അഭി വന്നു കേട്ടോ. അഭി വന്നിട്ട് പറഞ്ഞു, അല്ല, അമ്മായിയുടെ കയ്യിലെ ആ ഫോൺ ഇരിപ്പില്ലേ? ആ ഉണ്ട് മോനെ. ആ ഫോണിൽ അവള് വിളിച്ചായിരുന്നോ? ഏയ്, അവളുടെ കോൾ ഇതുവരെ വന്നിട്ടില്ല. അവളുടെ കോള് വരില്ല. അതല്ല, നമുക്കൊരു ടെസ്റ്റ് ഡോസ് നടത്തിയാലോ അമ്മായി? എന്ത് ടെസ്റ്റ് ഡോസിന്റെ കാര്യം മോനെ നീ പറയുന്നത്? അല്ല, നമുക്കും കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കണ്ടേ? അനാമികയ്ക്ക് അനിയോട് പ്രേമമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കട്ടെ. ഓ, അതിപ്പോ ഉറപ്പിക്കാൻ എന്തിരിക്കുന്നു? അവക്ക് പ്രേമമുണ്ടെന്ന് നമുക്കറിയാലോ. അല്ല, നമുക്കൊരു തെളിവുണ്ടെങ്കിലേ, നമ്മുടെ കയ്യിൽ ഒരു പിടിവള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. അമ്മായി ആ ഫോൺ ഇങ്ങതാ. അയ്യോ, എന്തിനാ? അതെ, ഞാൻ പറഞ്ഞല്ലോ, അമ്മായിയുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം അമ്മായി കരുതിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ അനിയുടെ ഫോണ് മേടിക്കുകയാണ് ജാനകിയുടെ കയ്യിൽ നിന്ന്. അപ്പം നമ്മുടെ അഭി ചോദിച്ചു, അല്ല, ഇതിന്റെ ലോക്ക് ഏതാ? ലോക്ക് NRI എന്നങ്ങാണ്ടാന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതടിച്ചു നോക്കി. ഇത് തന്നെയാ ലോക്ക്. ഏതായാലും അവൾ ഇതുവരെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വാട്സപ്പിൽ കയറി അവൾക്കൊരു മെസ്സേജ് അയക്കാം. അപ്പോൾ അവളിപ്പോൾ തിരിച്ച് റിപ്ലൈ തരുന്നുണ്ടോ, റിപ്ലൈ എന്താ തരുന്നതെന്നൊക്കെ ചോദിക്കാം. അല്ല, കാണാം. അങ്ങനെ കാണുമ്പോഴത്തേക്കുവേ ഒരു കാര്യമുണ്ട്. നമുക്ക് ആ ഗോവിന്ദന്റെയും കനകയുടെയും മുമ്പിൽ ചെന്നിട്ട് ഇവൾ ഇങ്ങനെ മെസ്സേജ് അയച്ചു, മേലാൽ ഇവളെ ഇങ്ങനെ അടിച്ചു വിടരുത് എന്ന് പറഞ്ഞ് നമുക്ക് തർക്കിക്കാം. അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ടേക്കുള്ള വരവ് നമുക്ക് തടയാനായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെറിയൊരു കള്ളത്തരം കാണിക്കാൻ പോവാന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാൻ കേട്ടോ നമ്മുടെ അനിക്കല്ല, നന്ദുവിന്. നന്ദു ആണെങ്കിൽ ഒരു മെസ്സേജ് വരുന്ന നോക്കിയിരിക്കുക, അനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ടും അനിയൊന്ന് കാണാനായിട്ടൊക്കെ. അങ്ങനെ മെസ്സേജ് അയക്കുക, നീ എവിടെയാ ഇപ്പോൾ ഉള്ളത് എന്നും കണ്ട് പറഞ്ഞാണ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ സുഖമാണോ എന്നങ്ങാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു മെസ്സേജാണ് അയക്കുന്നത്. അങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു, അല്ല, നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വേണ്ട, അവനിപ്പോൾ റിപ്ലൈ കൊടുക്കണ്ട, അവനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുത്താൽ മതി. അങ്ങനെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അനിയെ വട്ട് കറക്കാൻ വേണ്ടി റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവരിവിടെ റിപ്ലൈ വരുന്നത് നോക്കിയിരിക്കുകയാണ്. പക്ഷെ റിപ്ലൈ കിട്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറയുന്നുണ്ട്, അവൾ പഠിച്ച കള്ളിയാണ്, അതാണ് അവൾ റിപ്ലൈ തരാത്തത്. അവൾ പോലീസുകാരുടെ ബുദ്ധിയല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അമ്മായി അവൾ തരാത്തത്. ഇല്ല, അവൾ തന്നേനെ. ഏതായാലും അമ്മായിയുടെ കയ്യിൽ ഫോൺ ഇരിക്കട്ടെ, എപ്പോഴെങ്കിലും അവൾ ഇതിന് റിപ്ലൈ തരാതിരിക്കത്തില്ല. ആ റിപ്ലൈയും കൊണ്ട് നമുക്ക് നന്ദാവനത്തിലേക്ക് ഒരു പൂക്ക് പോകണം. എന്നിട്ട് ആ കിളവിക്കും കിളവനിട്ടും കൊടുക്കണം 2 എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ഈ സമയത്ത് ജാനകി ഫോണും വെച്ചോണ്ട് അവർ ഇരിപ്പുണ്ട് കേട്ടോ, മെസ്സേജ് വരുന്നത് നോക്കിക്കൊണ്ട്. നമ്മുടെ നന്ദു ആണെങ്കിൽ മെസ്സേജ് അയക്കണോ വേണ്ടയോ? അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവോ എന്നൊക്കെ ഓർത്തായിരിക്കുന്നു. പക്ഷെ അയക്കാൻ പൂർണ്ണ മനസ്സാണ് നമ്മുടെ നന്ദുവിന്.
പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതി എന്തൊക്കെയോ തുന്നി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അനാമിക അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുകയാണ്, നാളെയാണ് നമ്മൾ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നാളെ വരാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അനന്തപുരി തറവാട്ടിനും മൂർത്തി ജ്വല്ലറിക്കും എതിരെയാട്ടോ വാർത്ത വരാൻ പോകുന്നത്. അത് വൈറലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും നമ്മൾ നിർത്തില്ല, നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അനന്തപുരി തറവാട്ടുകാരുടെ കൊടും ക്രൂരതകൾ സമൂഹത്തെ നമുക്ക് അറിയിക്കണം. ഇത്രയും നാളും കെട്ടിപ്പൊക്കിയ അനന്തമൂർത്തിയുടെ ഇമേജ് തകരണം, അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. പിന്നെ അയാളുടെ സിംഹാസനം ഇളകി കഴിയുമ്പോഴത്തേക്കും ശരിയാകും. ഈ ഒരു സമയത്താണ് നമ്മുടെ അഭി വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ അനാമിക ഫോൺ എടുക്കുകയാണ്. അഭിയേട്ട, എന്താ അഭിയേട്ട? അല്ല മോളെ, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ? നാളത്തെ ദിവസം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് അവിടെ പലരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നത്. ചാനലിൽ വാർത്ത വരുന്നതിന് മുമ്പ് ബ്ലോക്ക് ചെയ്യിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അനന്തപുരി തറവാട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തവരെ ഞാൻ സമീപിച്ചിരിക്കുന്നത്. പേടിക്കാനില്ല, പൊടിപ്പും തൊങ്ങലും വെച്ച് അവരൊരു കസർത്ത് നടത്തും. അതോടുകൂടി അനന്തപുരി തറവാട്ടിന്റെ ഇമേജ് തീർന്നു. ഏതായാലും എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. മോളെ, നീ ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ നിനക്ക് ഒപ്പമുണ്ട്. പിന്നെ ഒരു കാരണവശാലും ഇതിന്റെ പിന്നിൽ ഞാനുണ്ടെന്ന് ആരും അറിയില്ല. ഇല്ല അഭിയേട്ട, ആരും അറിയുന്നില്ല. എന്നാ പിന്നെ ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് അഭിയേട്ട എന്ന് പറഞ്ഞ് നമ്മുടെ അനാമിക ഫോൺ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ചോദിച്ചു, എന്താണ് അവൾ പറഞ്ഞത്? നാളത്തെ പ്രഭാതം ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഇവിടെയുള്ളവര് പറയുന്നാണ് അവള് പറയുന്നത്. അപ്പൊ അവള് പൊളിച്ചടക്കുവോ? ആ രീതിയിലല്ലേ ഞാൻ അവളെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. ഇനി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ടേ അവർക്കൊരു നല്ല പാർട്ടി കൊടുക്കണം. ആ പാർട്ടിക്കിടയിലും ഈ ബ്രെയിൻ വാഷ് തുടരുകയും ചെയ്യണം. എപ്പോഴും അനാമിക ഇവിടെയുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം. ഒരു കാരണവശാൽ ഈ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥത കിട്ടരുത്. അതാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അവസരമായത്. അനന്തപുരി തറവാട്ടിലുള്ള ഓരോരുത്തരെയും നമ്മൾ ഇല്ലാതാക്കും. അനാമിക നമ്മുടെ കയ്യിലിരിക്കുന്ന തുറുപ്പ് ചീട്ട. പിന്നെ അവളുടെ അച്ഛനും അമ്മയും നമ്മളെക്കാളും ഒക്കെ സ്വത്തും പണത്തിനും ആർത്തി പൂണ്ട് നടക്കുന്നവരാ. ഒന്നും കിട്ടാതെ സ്വന്തം മോൾക്ക് പടി ഇറങ്ങി പോകേണ്ടി വന്ന ഒരു അമർഷവും ദേഷ്യവും ഒക്കെ വേണുവിനുണ്ട്, രേവതിക്കും ഉണ്ട്. അയാളുടെ ചരിത്രം ഞാൻ മൊത്തം പരിശോധിച്ചതാ. കടത്തിലും മുങ്ങി നിൽക്കുന്ന ഒരാളാ അയാള്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും പൈസയ്ക്ക് ആവശ്യമുണ്ട് അയാൾക്ക്. അത് നമ്മൾ മുതലെടുക്കണം. അത് കിട്ടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യും? അതല്ലേ നമ്മൾ മുതലെടുക്കാൻ പോകുന്നത്. എത്ര വൃത്തികെട്ട മാർഗവും അയാൾ സ്വീകരിക്കും. വിഷപ്പാമ്പാണ് അനിയുടെ ഭാര്യ എന്ന് പറയുന്ന അനാമിക. എങ്ങനെയെങ്കിലും അനാമികയ്ക്ക് തിരിച്ചു വരാൻ പറ്റണം. അല്ലെങ്കിൽ അനന്തപുരിക്കാര് ഒരുപാട് നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടി വരണം. അതുപോലെ തന്നെ നന്ദു അനാമികയ്ക്ക് പകരക്കാരിയാകരുത്, ഈ വീട്ടിൽ കയറി വരരുത്. അവളെ നയനേക്കാളും അപകടകാരിയാ, അറിയാലോ. ഈ വീട്ടിലേക്ക് അവളും കൂടി വന്നു കഴിഞ്ഞാൽ എതിർചേരിയുടെ ബലം കൂടും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല കാര്യമല്ലല്ലോ. എന്ത് സംഭവിച്ചാലും മോനെ, അവൾ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഒഴിയേണ്ടി വരും. അത് നിനക്കറിയാലോ. അല്ലമ്മേ, എനിക്കിപ്പോൾ വേറൊരു ഭയമുണ്ട്. അന്നൊരു കള്ളക്കടത്ത് സ്വർണം മൂർത്തി ജ്വല്ലറി വരെ വിറ്റൊരു ഇതുണ്ടല്ലോ കേസ്, അത് ഒതുക്കി തീർത്തതാ. ഇനിയിപ്പം അതാ നന്ദു കുത്തിപ്പൊക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുത്തിപ്പൊക്കിയ എൻ്റെ കാര്യം പോക്കാം. അല്ല മോനെ, ആ കേസ് ക്ലോസ് ചെയ്തില്ലേ? ക്ലോസ് ചെയ്തു. അത് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് അവൾക്ക് സാധിക്കൂല. അവൾ SI അല്ലേ. അങ്ങനെ വന്നാലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തായത് തന്നെ. അപ്പൊ നിന്റെ ഭാര്യയും കുഞ്ഞു അവരാണ് അവരാണ് ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ്. അതിൽ പിടിച്ചാൽ ഞാൻ നിൽക്കുന്നത്. എന്തായാലും നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇപ്പൊ തന്നെ പ്രശ്നങ്ങളിലൂടെയല്ല എൻ്റെ ജീവിതം പൊക്കോണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, കുന്നുകൂടിക്കൊണ്ടേയിരിക്കുക. അതൊക്കെ തട്ടി മാറ്റാൻ എന്തെങ്കിലും വഴി ദൈവം കൊണ്ടുതരാതിരിക്കത്തില്ലായിരിക്കും. എടാ, നീ ശബരിമല പോയപ്പോഴേ നന്നായിട്ട് വ്രതം എടുക്കാത്തതാ ഇതിനൊക്കെ കാരണം എനിക്ക് തോന്നുന്നത്. അടുത്ത തവണയെങ്കിലും നന്നായിട്ട് വ്രതം എടുത്തിട്ട് പോകണം. ഉറപ്പായിട്ടും അടുത്ത തവണ നന്നായിട്ട് വ്രതം എടുത്തിട്ടേ പോകത്തുള്ളൂ. ഇനി അയ്യപ്പനെ പരീക്ഷിക്കാൻ ഞാനില്ല അമ്മേ. ഇനി പോകുന്നുണ്ടായി വ്രതം എടുക്കാതെ പോവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുക. അങ്ങനെ ജലജ ഇങ്ങനെ നിൽക്കാനട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് കിരണിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിരൺ ഇങ്ങനെ മോർണിംഗ് വാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കല്യാണി കിരണിനെ വിളിക്കുകയാണ്. അപ്പം കിരൺ ചോദിക്കുക, എന്താ കല്യാണി? അത് പിന്നെ കിരണേട്ടാ, ഞാനൊരു ലിങ്ക് കിരണേട്ടൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, അത് നോക്കാൻ പറയും. അപ്പം പെട്ടെന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കും ആ വാർത്ത പരന്നു കേട്ടോ, നമ്മുടെ ആദർശിന്റെ. അപ്പം കിരൺ എന്ത് ചെയ്യുന്നു, അത് നേരെ നമ്മുടെ ആർക്കാ നയനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം നയനെ അതിനു മുമ്പ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, ഫോൺ ഓപ്പൺ ആക്കി നോക്ക്, ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ടെന്ന്. ആ ലിങ്ക് കാണുമ്പോഴത്തേക്കും കണ്ണ് തള്ളി പോവുകയാണ് കേട്ടോ. നമ്മുടെ ആദർശിനെ കുറിച്ചുള്ള വൃത്തികേടുകളാണ് ആ ലിങ്കിനകത്ത് ആ വാർത്തയിൽ ആ മീഡിയക്കാർ ഇട്ടിരിക്കുന്നത്. അതും ചന്തുമോളുടെ കാര്യവും അനഘയുടെ കാര്യവും ഒക്കെ. അങ്ങനെ ഏതായാലും നാട്ടുകാരൊക്കെ ഇത് കണ്ടു കാണുമല്ലോ. ഇത്ര നേരം കൊണ്ട് ഇതിങ്ങനെ വൈറലായി പോകുമല്ലോ. അങ്ങനെ നമ്മുടെ
ആദർശിനെയും വിളിച്ച് കാണിച്ചു. ആദർശും ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുക. പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഇത് അനാമിക തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഇതിന്റെ പിന്നിൽ അഭിയും കാണും എന്ന് മനസ്സിലാവുന്നുണ്ട്. അത് സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട്, അങ്ങനെ വല്ലതും അഭിക്ക് ഇതിന്റെ പിന്നിൽ കൈകളുണ്ടെങ്കിൽ അവന്റെ സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും. അവൻ ഇത്രയും നാളും മൂടി വെച്ച് ആ സത്യങ്ങൾ ഇനിയിപ്പോൾ എൻ്റെ ചേച്ചിയുടെ ജീവിതം പോയാലും കുഴപ്പമില്ല, ഞാൻ വിളിച്ചു പറയുമെന്നിങ്ങനെ പറയണം. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.